40 വയസ്സാകുമ്പോൾ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കണം. ഇനി റിട്ടയർ ചെയ്തില്ലെങ്കിലും റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിട്ടയർമെന്റ് കോർപ്പസ് എമൗണ്ട് 40 വയസ്സാകുമ്പോഴെങ്കിലും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇനി വരാനിരിക്കുന്ന ഒരു കാലം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമാവണം എന്നൊന്നുമില്ല. എന്തുകൊണ്ട് റിട്ടയർ ചെയ്യണം, എങ്ങനെ റിട്ടയർമെന്റ് കോർപ്പസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദിസ് ഇസ് റിൻഷാദ് ഫിർദൌസ്. വെൽക്കം ടു പെർക്യാപ്. ഇമാജിൻ 15-20 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങൾ കമ്പനികൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം കമ്പനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് യുവർ റോൾ ഈസ് നോ ലോങ്ങർ റിക്വയർഡ്. അതായത് കമ്പനിക്ക് നിങ്ങൾ ആവശ്യമില്ല. ഇത് കഥയല്ല, 40 കഴിഞ്ഞവർക്ക് ഇന്ന് ഇതാണ് റിയാലിറ്റി. റീസെന്റ് വരുന്ന ഡാറ്റാസ് പറയുന്നത് 40 കഴിഞ്ഞവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്നും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ട് പല കമ്പനീസിലെ പല സെക്ടേഴ്സിലുള്ള കമ്പനീസിലെ HR മാനേജ്മെന്റുമായിട്ട് ഞാൻ സംസാരിച്ചു. സംഭവം സത്യമാണ്. പ്രത്യേകിച്ച് IT സെക്ടറിൽ ഇത് വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ 40 വയസ്സ് കഴിഞ്ഞ എത്ര പേരുണ്ട്? അത് ടോട്ടൽ എംപ്ലോയീസിന്റെ എത്ര ശതമാനമായിരിക്കും? ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണക്കുകൂടി നമ്മളൊന്ന് കേൾക്കണം. IT സെക്ടറിൽ 40-നും 50-നും ഇടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വെറും 10% താഴെ മാത്രമാണെന്നാണ്. അത് 50 കഴിഞ്ഞാൽ 1% മാത്രവും. ശതമാന കണക്കിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെങ്കിലും മറ്റു പല സെക്ടേഴ്സിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മാത്രമല്ല, ബോംബെ ഷേവിംഗ് കമ്പനിയുടെ CEO ശാന്തനു ദേശ്പാണ്ഡെ റീസെന്റ് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റിൽ ഈ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കമ്പനിക്ക് ഒരു മോശം സമയം വന്നാൽ ആദ്യം ലേ ഓഫ് നടത്തുന്നത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളെ ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരുന്നത് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ്. 40 എന്നത് ഒരു വലിയ വയസ്സൊന്നുമല്ല. മെജോറിറ്റിയും അവരുടെ കരിയറിൽ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 35 to 40 ആയിരിക്കും. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് റീസൺസ് ഉണ്ട്. ടെക്നോളജിയിൽ ഉണ്ടായ ഡെവലപ്മെന്റ്സും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ചിന്തകളിലെല്ലാം തന്നെ ഈ ഒരു പ്രായക്കാർ ഒരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഹൈ സാലറി ആൻഡ് ലോ ROI എന്നുള്ളതാണ്. 40ലേക്ക് എത്തുമ്പോഴേക്കും അവരവരുടെ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ടാവും. ഒബിയസ്ലി എക്സ്പീരിയൻസ് വൈസ് അവർക്ക് നല്ല സാലറിയും കൊടുക്കേണ്ടി വരും. പക്ഷേ കമ്പനി കോസ്റ്റ് വേഴ്സസ് ഔട്ട്പുട്ട് നോക്കുമ്പോൾ കുറച്ചധികം ജോലി കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യുന്ന യങ് ജനറേഷൻസിനെ കിട്ടുന്നുണ്ട്. സാലറി മാത്രമല്ല, ഫ്ലെക്സിബിലിറ്റി, പുതിയ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഇതിന് റീസൺസ് തന്നെയാണ്. അതിലുപരി AI ഡെവലപ്മെന്റ്സ്. റീസെന്റ് 12,000 എംപ്ലോയീസിനെയാണ് TCS ലേ ഓഫ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇതിന് കാരണമായിട്ട് കമ്പനി പറയുന്നത് TCSനെ ഫ്യൂച്ചർ റെഡി ഓർഗനൈസേഷൻ ആക്കാൻ വേണ്ടി കമ്പനിയെ റീഷേപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AI ഡിപ്ലോയ്മെന്റും. സോ ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് 40 വയസ്സായി കഴിഞ്ഞാൽ നിർബന്ധിതനായിട്ട് റിട്ടയർ ചെയ്യണം എന്നുള്ളതാണ്. എന്ന് കരുതി ഇതൊരു സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഒന്നല്ല. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഒന്ന്, അപ്സ്കിൽ ചെയ്യുക. 2, ഇപ്പോൾ ഉള്ള വരുമാനത്തിന് പുറമെ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകംസുകൾ കണ്ടെത്തുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും തന്റെ സ്കിൽസിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ സാലറിക്ക് പുറമെ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ പലരും സ്റ്റക്കായി നിൽക്കുന്നത് കാണാറുണ്ട്. കാരണം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ലെറ്റ് സിംപ്ലിഫൈ. നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിനോടൊരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്കില്ല് നമുക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രോയിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, കൺസൾട്ടിങ് ആയിക്കോട്ടെ, ക്യാമറ, ഫോട്ടോഗ്രാഫി, എന്തോ ആവാം. ആദ്യം ഈ സ്കിൽസിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലർക്ക് പ്രാക്ടീസിലൂടെ സ്വന്തമായിട്ട് തന്നെ മെച്ചപ്പെടുത്താൻ കഴിയും. കാരണം അവർക്ക് അവരുടെ സ്കിൽസിലുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അല്ലാത്തവർക്ക് അതാത് സ്കിൽസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല പല കോഴ്സസ് ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും. അതുപോലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻസൈറ്റ്സുകൾ നമുക്ക് കിട്ടും. ഈ ഇൻസൈറ്റ്സുകളിൽ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാം. അതിനെ പിന്നീട് നമുക്ക് മോണിറ്റൈസ് ചെയ്യാനും കഴിയും. അതിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും. അതുപോലെ ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് നാളെ വളർത്താൻ സാധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇൻഫ്ലേഷൻ ആയിരിക്കും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ പഠിക്കാതെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ 95% നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനാണ് ചാൻസസ് ഉള്ളത്. ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, റിട്ടയർമെന്റ് ആണ് നിങ്ങളുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോർപ്പസ് എമൗണ്ട് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫയർ കാൽക്കുലേറ്റർ. അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി. സോ ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു 30,000 എക്സ്പെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വർഷം കൊണ്ട് എത്ര കോർപ്പസ് എമൗണ്ട് ആണ് ജനറേറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 30,000 രൂപ എക്സ്പെൻസ് ഉള്ള ഒരാൾക്ക് 15 വർഷം കൊണ്ട് റിട്ടയർ ചെയ്യണമെങ്കിൽ
6% ഇൻഫ്ലേഷൻ കൂടി കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം ജനറേറ്റ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,15,69,024 രൂപയാണ്. ഈ ഒരു ടൂൾ വെച്ചിട്ട് ഏതൊരാൾക്കും റിട്ടയർമെന്റ് കോർപ്പസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ എത്ര എമൗണ്ടുകൾ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 40 വയസ്സ് കഴിഞ്ഞാൽ ജോലി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും 40 വയസ്സാകുമ്പോഴേക്കും റിട്ടയർമെന്റ് കോർപ്പസ് എമൗണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയൊരു ആപത്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. കാരണം ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. സോ ഇത്രയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ അത് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങുക. ഇന്ന് തന്നെ അതിനുള്ള പ്ലാനിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർക്യാപ്പ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏർലി റിട്ടയർമെന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ്, വെൽത്ത് ക്രിയേഷൻ, ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ, മണി മാനേജ്മെന്റ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെർക്യാപ്പിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പഠിക്കാനും ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.